ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 85/2025 എന്ന് പറഞ്ഞിരിക്കുന്ന കാറ്റഗറി ക്വസ്റ്റ്യൻ പേപ്പർ കോഡിനകത്ത് നടന്നിരിക്കുന്ന ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ് ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേരള ഗവർണറുമായി ബന്ധപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ 22ാമത്തെ ഗവർണർ ആണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയത് 2019 സെപ്റ്റംബറിൽ ആണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു. അപ്പൊ ഇത്രയുമാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ, നോ പ്രോബ്ലം. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഇങ്ക് ഒന്ന് മാറ്റിക്കോട്ടെ. അപ്പം ഈ ഒരു ടൈമില് നമ്മൾ വിചാരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഇതിപ്പോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലല്ലോ ഇപ്പോഴത്തെ കേരള ഗവർണർ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിരിക്കുന്ന പരീക്ഷയിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോവേണ്ടതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആരിഫ് മുഹമ്മദ് ഖാൻ ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വേണം പറയാൻ വേണ്ടിയിട്ട്? ഉത്തർപ്രദേശിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹർ എന്ന് പറയുന്ന പ്രദേശത്താണ്. എവിടാണ്? ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹറിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ബുലന്ദ് ഷഹറിലാണ് ജനനം എന്ന് പറയുന്നത്. ജനിച്ച വർഷം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. 1951 അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹറിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം 2019 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ആണ് കേരള ഗവർണറായിട്ട് ഭരിച്ചിരുന്നത്. അപ്പം ഇദ്ദേഹത്തിന് മുൻപിലുള്ള വ്യക്തിയുടെ പേര് എന്ന് പറഞ്ഞിരിക്കുന്നത് പി സദാശിവം ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അതായത് ഇദ്ദേഹത്തിനെ തുടർന്ന് നമുക്ക് വന്നിരിക്കുന്ന 23ാമത്തെ ഗവർണർ എന്ന് പറയുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ്? രാജേന്ദ്ര അർലേക്കർ. രാജേന്ദ്ര അർലേക്കർ. രാജേന്ദ്ര അർലേക്കർ. ഇപ്പൊ ഇദ്ദേഹം നേരത്തെ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ആയിരുന്നു? ഓൾഡ് ആയിട്ട് ബീഹാറിലെ ഗവർണർ ആയിരുന്നു ഈ രാജേന്ദ്ര അർലേക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പം എവിടുത്തേതാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ എവിടുത്തേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ ഗവർണർ എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനങ്ങൾ മാറ്റി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് നമ്മൾക്ക് ഒന്നുകൂടെ പറയാം, 1951 നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ജനനം ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹറിലാണ്. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കേരള ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ച വർഷം 2019 മുതൽ 2024 വരെയാണ്. ഇനി ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ ഗവർണറായിട്ടാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി 23ാമത്തെ കേരള ഗവർണർ എന്ന് പറയുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാ പറയേണ്ടത്? നമ്മളുടെ രാജേന്ദ്ര അർലേക്കർ. അദ്ദേഹം ഓൾഡ് ആയിട്ട് എവിടെയായിരുന്നു? ബീഹാറിലായിരുന്നു എന്ന കാര്യവും നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് പറയേണ്ട പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയത് 2019 സെപ്റ്റംബറിൽ ആണോ എന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം രാഷ്ട്രപതി ഇദ്ദേഹത്തെ നിയമിച്ചത് കേരള ഗവർണറായിട്ട് 2019 സെപ്റ്റംബർ മാസം 1-ാം തീയതി രാഷ്ട്രപതി നിയമിച്ചു കേരള ഗവർണറായിട്ട്. ഇനി അതിനുശേഷം ഇദ്ദേഹം പി സദാശിവത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പൊസിഷൻ നേടിയിരിക്കുന്നത് ഏത് ദിവസം ആണ്? 2019 സെപ്റ്റംബർ 6-ാം തീയതിയാണ്. ഏത് ദിവസമാണ്? സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ് പി സദാശിവത്തിൽ നിന്ന് ഇദ്ദേഹം മാറി എന്തായിട്ട് കേരളത്തിലെ ഗവർണറായിട്ട് നിയമനം ഏറ്റിരിക്കുന്നത്. അപ്പൊ 23ാമത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. അദ്ദേഹം ഏത് ഗവർണർ ആയിരുന്നു? ഓൾഡ് ആയിട്ട് ബീഹാറിലേതായിരുന്നു. അപ്പൊ ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്? ബീഹാറിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചല്ലോ. ഇനി ബാലൻസ് കൂടെ നമുക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ നോക്കണം.
അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇത്രയും അധികം ചോദ്യങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം. ഇദ്ദേഹം ലോക്സഭ അംഗമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭ അംഗമായിട്ടുണ്ട്. ലോക്സഭ അംഗമായിട്ട് എത്ര പ്രാവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 പ്രാവശ്യം ലോക്സഭ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അതുകൂടാതെ ഇദ്ദേഹം നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ഇപ്പൊ UP നിയമസഭാ ഇലക്ഷന് ഇദ്ദേഹം എന്ത് ചെയ്തു? മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? പരാജയപ്പെട്ടു. UP നിയമസഭാ ഇലക്ഷന് പരാജയം നേരിട്ട വ്യക്തിയാണ് ആര്? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. UP നിയമസഭാ ഇലക്ഷന് പരാജയം നേരിട്ട വ്യക്തി ആണ്. സോ അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രി ആയിട്ടില്ല. അപ്പം ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കണം. ഇദ്ദേഹം പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ ക്രാന്തി ദൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭാരതീയ ക്രാന്തി ദൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ചരൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഓറിയന്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചു വന്നിരുന്നത്. അതിന്റെ പേരാണ് ഭാരതീയ ക്രാന്തി ദൾ. അപ്പൊ ഈ ഒരു ലേബലിൽ തന്നെയാണ് അദ്ദേഹം ഉത്തർപ്രദേശിൽ മത്സരിച്ചത്. ഭാരതീയ ക്രാന്തി ദൾ. അപ്പൊ അത് ആരുമായി ബന്ധപ്പെട്ടാണ്? ചരൺ സിംഗുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഭാരതീയ ക്രാന്തി ദൾ. അതിന്റെ ലേബലിൽ തന്നെയാണ് അദ്ദേഹം UP-യില് മത്സരിച്ചത് എന്ന കാര്യവും ഒന്ന് ഓർത്തു വെച്ചേക്കണം. പക്ഷെ അത് പരാജയപ്പെട്ടു. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം കുറച്ചു നാള് BJP-യുടെ കൂടെ ഉണ്ടായിരുന്നു 1990 മുതൽ. പക്ഷേ 2007 ആയപ്പോഴത്തേക്കും വീണ്ടും BJP-യിൽ നിന്ന് വിട്ടുനിന്നു. അപ്പം മോദിയുടെ ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുത്തലാഖ് നിയമം വന്നപ്പോഴാണ് വീണ്ടും ഇദ്ദേഹം BJP-യോട് കൂടുതലായിട്ട് അനുഭാവം നടത്തിയത്. മുത്തലാഖ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് മോദിയുമൊത്ത് സഹകരിക്കാൻ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത്. മുത്തലാഖ് നിയമം വന്നത് മുതലാണ് ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മോദിയോട് സഹകരിക്കാൻ തുടങ്ങിയത് എന്ന പോയിന്റൂടെ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. ക്ലിയർ? ഇപ്പൊ ലോക്സഭ അംഗമായിട്ടുള്ളത് 4 പ്രാവശ്യം ആണ്. UP നിയമസഭയിൽ അദ്ദേഹം പരാജയമായിരുന്നു. അപ്പം ചരൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ ക്രാന്തി ദളിലായിരുന്നു ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ കുറെ രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം വ്യോമയാന മന്ത്രി ആയിട്ടുണ്ടായിരുന്നു. അതായത് വ്യോമയാന മന്ത്രി ആയിട്ടുണ്ടായിരുന്നു. ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VP സിംഗിന്റെ കാലത്ത് ഏതാണ് വ്യോമയാന മന്ത്രി ആയിട്ടുണ്ട്? കേന്ദ്ര വ്യോമയാന മന്ത്രിയായിട്ട് 1989, 90 കാലഘട്ടത്തിൽ VP സിംഗിന്റെ കാലത്താണ് ഇദ്ദേഹം വ്യോമയാന മന്ത്രി ആയിട്ടുള്ളത്. ഇനിയും അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു പോയിന്റ് ഉണ്ട്. ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. എന്താണ്? ഊർജ മന്ത്രി. കേന്ദ്ര ഊർജ മന്ത്രിയായിട്ട് ആരുണ്ടായിരുന്നു? ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? രാജിവെച്ചു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വുമൺസിന് വേണ്ടിയിട്ടുള്ള എന്താണ് മുസ്ലിം വനിതകൾക്ക് ഉള്ള അവകാശങ്ങൾ നിഷേധിച്ചതിനെ തുടർന്നിട്ടാണ് ഏത് രാജിവെച്ചത്? ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും രാജീവ് ഗാന്ധി മന്ത്രിയുടെ കാലത്ത് അല്ലെങ്കിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന 1986 കാലയളവിൽ ആ ടൈമിലെ ഊർജമന്ത്രിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം രാജിവെച്ചു. അതായത് മുസ്ലിം വനിതകളുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശ നിഷേധവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അപ്പൊ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കേസാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ നമ്മുടെ ഷബാനു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ആ ഒരു കേസിനകത്ത് ഷബാനു കേസിനകത്താണ് അദ്ദേഹം രാജിവെച്ചത്. കേസിന്റെ പേരെന്താണ്? ഷബാനു കേസിനകത്തുള്ള ഇതിനകത്ത് രാജീവ് ഗാന്ധിയെ എതിർത്തുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞു നോക്കി. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. അപ്പം മുസ്ലിം വനിതകളുടെ അവകാശ നിഷേധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹം രാജി സമർപ്പിച്ചത്. കേസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷബാനു കേസാണ്. അപ്പൊ ആ ഒരു കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല പല കാര്യങ്ങളും ഇദ്ദേഹത്തിന് അനുകൂലിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള രേഷ്മ ആരിഫുമായി ചേർന്നിട്ട് എന്താണ് രേഷ്മ ആരിഫുമായി ചേർന്ന് അദ്ദേഹം സ്ഥാപിച്ച
ഒരു സന്നദ്ധ സംഘടനയാണ് സമർപ്പൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സമർപ്പൺ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന സ്ഥാപിച്ചു? ആർക്കു വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരീരികമായിട്ട് വെല്ലുവിളി നേരിടുന്ന, ഫിസിക്കലി ചലഞ്ച് നേരിടുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് രേഷ്മ ആരിഫുമായി ചേർന്ന് സമർപ്പൺ എന്ന് പറയുന്ന സംഘടന, സന്നദ്ധ സംഘടന സ്ഥാപിച്ചു. ആര്? ആരിഫ് മുഹമ്മദ് ഖാൻ. അത് ഓർത്ത് വെച്ചേക്കണം. ഇനി ഓർത്ത് വെച്ചേക്കേണ്ട അടുത്താണ്, അദ്ദേഹത്തിന് ഒരു ബുക്ക് ഉണ്ട്. ബുക്കിന്റെ പേര് പാഠവും സന്ദർഭവും ഖുറാനും സമകാലിക വെല്ലുവിളിയും എന്ന് പറയുന്നതാണ് ബുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പാഠവും സന്ദർഭവും. എന്താണ്? പാഠവും സന്ദർഭവും ഖുറാനും സമകാലിക വെല്ലുവിളിയും. ഖുറാനും സമകാലിക വെല്ലുവിളിയും എന്ന് പറയുന്ന ബുക്കാണ് അദ്ദേഹത്തിന്റെ. ഖുറാനും സമകാലിക വെല്ലുവിളിയും. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. കേരളത്തിന്റെ എത്രാമത്തെ ഗവർണർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെ ഗവർണർ ആണ്? 22ാമത്തെ ഗവർണർ ആണ്. ശരിയാണല്ലോ? അന്നേരം ഉത്തർപ്രദേശുകാരനാണ്. ഉത്തർപ്രദേശിലെ ഏത് പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട്? ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹർ എന്ന് പറയുന്ന പ്രദേശത്ത് 1951 ജനിച്ചു. കേരളത്തില് അതായത് 2019 മുതൽ 2024 കാലഘട്ടത്തിലാണ്. 2019 സെപ്റ്റംബർ 1 രാഷ്ട്രപതി നിയോഗിച്ചു. സെപ്റ്റംബർ 6 അധികാര കൈമാറ്റം നടത്തി. പി സദാശിവവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ 23ാമത്തെ ഗവർണർ എന്ന് പറഞ്ഞിരിക്കുന്നത് രാജേന്ദ്ര അർലേക്കർ ആണ്. അദ്ദേഹം ഓൾഡ് ബീഹാറിലെ ഗവർണറാണ്. ഇപ്പോൾ ബീഹാറിലെ ഗവർണറായിട്ടുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. അപ്പൊ അദ്ദേഹം 4 പ്രാവശ്യം ലോക്സഭ അംഗമായിട്ടുണ്ട് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. കൂടാതെ വ്യോമയാന മന്ത്രിയായിട്ട് VP സിംഗിന്റെ കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. കൂടാതെ 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഊർജ മന്ത്രിയായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ രാജി സമർപ്പിച്ചു. സോ ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് അത് വാർത്തകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം മുസ്ലിം വനിതകളുടെ അവകാശ നിഷേധവുമായി ബന്ധപ്പെട്ടിട്ടാണ് രാജി വെച്ചത്. അപ്പൊ ആ ടൈമിൽ ഉണ്ടായിരുന്ന കേസാണ് ഷാബാനു കേസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ UP നിയമസഭയിൽ അദ്ദേഹം പരാജയം നേരിട്ടിട്ടുണ്ട്. ഭാരതീയ ക്രാന്തി ദൾ എന്ന് പറയുന്ന ചരൺ സിംഗ് സ്ഥാപിച്ച പാർട്ടിയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇനി മോദിയുമായിട്ട് അദ്ദേഹം അനുകൂലിച്ചത് മുത്തലാഖ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി ഷബാനു കേസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി രേഷ്മ ആരിഫ് എന്ന് പറഞ്ഞിരിക്കുന്ന തന്റെ വൈഫിനോടൊപ്പം ചേർന്ന് അദ്ദേഹം സമർപ്പൺ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചു, ഫിസിക്കലി ചലഞ്ച് നേരിടുന്നവർക്ക് വേണ്ടിയിട്ട്. ഇനി അദ്ദേഹത്തിന്റെ ബുക്കാണ് പാഠവും സന്ദർഭവും ഖുറാനും സമകാലിക വെല്ലുവിളിയും എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th ലെവൽസുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയ ഓറിയന്റ് ചെയ്ത് GKക്കും സയൻസിനും വേണ്ടിയിട്ട് ഒരു ലോങ് ടൈം ആയിട്ട് ബാച്ചാണ്. ലൈവ് സെഷൻസ് വരും. അതിന്റെ തന്നെ റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. PDF-ഉം അവൈലബിൾ ആയിരിക്കും. അത്രയും നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ GKയും സയൻസും നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നല്ല ഒരു മാർക്കിലേക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, എല്ലാ ദിവസവും റിവിഷൻ ഉണ്ടായിരിക്കും. വീക്കിലി റിവിഷനും മന്ത്ലി റിവിഷനും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.